ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ പോണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് പൊന്നാങ്കണ്ണി ചീര ഉണ്ടായിരുന്നു, അതും പരിപ്പും വെച്ചിട്ട് കറി വയ്ക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഇതെൻ്റെ ബാൽക്കണി വിരിഞ്ഞ 2 റോസാപ്പൂക്കളാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? അപ്പോൾ ഞാൻ ചീര നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് പരിപ്പും കൂടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് കറീൻ്റെ കൂടെ നമുക്ക് ഇന്ന് കഴിക്കാൻ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചൂരമീനാണ് കിട്ടിയത്. അപ്പോൾ ചൂരമീൻ വറുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ചൂരമീൻ വറ്റിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്ലാന് ചൂരമീൻ വറ്റിച്ചതും പരിപ്പ് കറിയും. ഓക്കെ, അപ്പോൾ അതിനുള്ള സവാളയും തക്കാളിയൊക്കെ നമുക്ക് മുറിച്ച് വയ്ക്കാം. അപ്പോഴത്തേനും കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നമുക്ക് ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുമ്പോഴത്തേനും മീനിക്ക് ആവശ്യമുള്ള പുളി ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി തുടങ്ങാം. അപ്പോൾ മീൻ വറ്റിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും നമ്മുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഇനി മീൻ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ ഒരു പച്ചമണം പോകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ച വലിയുള്ളി കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. അപ്പോൾ കുറച്ച് അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി സവാള കട്ട് ചെയ്തതും നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചീരയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ വരുന്നവരെയും കൂടെ നമുക്ക് ഒന്നും കൂടെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മീനിക്കുള്ള ഉള്ളി ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒന്നും കൂടെ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പൊക്കെ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളിയുടെ വെള്ളം കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിൽ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് മീനിൻ്റെ ഓരോ കഷ്ണങ്ങളും കൂടെ അതിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയുള്ളിയും നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അത് നമ്മൾ വെന്ത് വന്ന നേരത്തെ പരിപ്പും ചീരയെല്ലാം കൂടെയുള്ള മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരിയും കൂടി ഒന്ന് വെള്ളം വറ്റിച്ചിട്ടെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പരിപ്പ് കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ കയ്യിലുണ്ടായിരുന്നൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പേരിയിൽ കുറച്ച് തേങ്ങ ചതച്ചിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. എന്നിട്ടൊരു പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊടിച്ചിട്ട് കറിവേപ്പിലയും നമ്മളിപ്പോൾ ഒതുക്കി വെച്ച തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ബീറ്റ്റൂട്ട് ഉപ്പേരി അങ്ങനെ റെഡിയായി.
ഒപ്പം നമ്മുടെ അതാ മീൻ വറ്റിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില മുകളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചതും റെഡിയായി. ഇനി ഒരു കഷ്ണം കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ കൂടെ സാധാരണ എന്തെങ്കിലും കഴിക്കാറുണ്ട് കുക്കുംബറും ക്യാരറ്റൊക്കെ. അപ്പോൾ ഉള്ള കഷ്ണം എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂടുള്ള ചോറും ചോറിൻ്റെ കൂടെ നല്ല ബീറ്റ്റൂട്ട് ഉപ്പേരിയും മുളക് പച്ചടിയും കുറച്ച് കുക്കുംബറും നമ്മുടെ മീൻ വറ്റിച്ചതും നല്ല നാടൻ പരിപ്പ് കറി. അപ്പോൾ നമ്മുടെ ഇന്നത്തേക്കുള്ള ലഞ്ച് റെഡിയായി. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് കഴിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ റെസിപ്പി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി പോന്നോട്ടെ.